നമസ്കാരം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സൂ പാർട്ട് 3 കഴിഞ്ഞു, പാർട്ട് 4 ആണ്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് റിനോസ് ആണ്. അതിൻ്റെ ബ്ലാക്ക് ആണ് നമ്മൾ കാണുന്നത്. നല്ല സൈസുള്ള അടിപൊളി റിനോസിനെയാണ് കാണുന്നത്. റിനോസ് പൊതുവെ കഴിക്കുന്നത് പുല്ല് തന്നെയാണ് കേട്ടോ. പുല്ല് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വലിയ ജീവിയാണെങ്കിലും അത് കഴിക്കുന്നത് പുല്ലാണ്. അതിന് തന്നെ ഒന്നും കൂടെ നമുക്ക് കാണാൻ പറ്റും. റിനോസിൻ്റെ രണ്ടെണ്ണത്തിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ടും ബ്ലാക്കാണ്. നേരത്തെ നമ്മൾ വീഡിയോയിൽ ഇതിൻ്റെ വൈറ്റ് കളർ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായ തൊലി കട്ടി നമുക്ക് ഈ ഒരു ജീവിയിൽ നമുക്ക് കാണാം. മൂക്കിൻ്റെ മേലെ ചെറിയ കൊമ്പ് പോലെ കാണാനായിട്ട് റിനോസിൽ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മാനിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. മാൻ മരത്തിലൊന്നും പറ്റിപ്പിടിച്ച് കയറാതിരിക്കാനും മരത്തിൻ്റെ അടിഭാഗം കേടുവരാതിരിക്കാനൊക്കെ മരത്തിൻ്റെ അടിഭാഗത്ത് മുളകൾ വെച്ചിട്ട് കെട്ടിയിട്ടുള്ളത് നമുക്ക് കാണാം. ഇത് നല്ല കൊമ്പുള്ള ഒരു ഐറ്റം മാനാണ്. ഒരുപാട് ഐറ്റം മാനുള്ളത് കൊണ്ട് തന്നെ ഇത് ഏതാണ് എന്നുള്ളത് നമുക്ക് സത്യത്തിൽ അറിയില്ല. നല്ല മരക്കമ്പുകൾ പോലെയുള്ള കൊമ്പുകളുള്ള മാനാണ്. ഇതിന് തന്നെ കുഞ്ഞുങ്ങളെയും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണുന്നത് വരയാടിനെയാണ്. ആടുവർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരൈറ്റത്തെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാം ജിറാഫിൻ്റെ 2 ഡമ്മികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു കവാടം ചെയ്തത് കാണാം. പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ നമ്മൾ ബന്ദികളാക്കിയിട്ട് കൊണ്ടുവരുന്ന ഒരു കേജ് നമുക്ക് കാണാം. ഇവിടെ വലിയ വലിയ വന്യമൃഗങ്ങളെയാണ് കൂടുതലും ഈ ഒരു കേജിലാക്കിയിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ കരടിയെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കരടി നമ്മുടെ ഈ ഒരു സൂവിലെ പ്രധാന ഒരു ആകർഷണ മൃഗം തന്നെയാണ്. ബ്ലാക്ക് ബിയറാണ് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ കരടി കുളിക്കുന്നതൊക്കെ, കരടിക്ക് കുളിക്കാനുള്ള പോണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതും കരടി അതിൽ നിന്നും കുളിക്കുന്നതും ഒക്കെ ഇത് മറ്റൊരു കേജാണ്. ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പൊതുവെ കരടികൾ അക്രമകാരികളാണ് എന്നാണ് നമ്മുടെയൊക്കെ ഒരു അനുഭവത്തിൽ ഉള്ളത്. എന്തായിരുന്നാലും ഇവർ കുളിക്കുന്നതും ഇവർക്ക് വേണ്ടിയിട്ടുള്ള കളിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്നതൊക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ശരിക്കും അത് കാണേണ്ടത് തന്നെയാണ്.
പിന്നെ അതുപോലെ തന്നെ മറ്റൊരു മൃഗത്തെ നമുക്ക് കാണാം. ഇത് മാൻവർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മൃഗം തന്നെയാണ്. ഇവർക്കെല്ലാവർക്കും വസിക്കാനും വേണ്ടിയിട്ട് ആവശ്യത്തിലധികം സ്ഥലം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സൂവിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണുന്നത് പല ആളുകളും വിവാഹത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണെങ്കിലും ഒക്കെ കാട്ടു പശു എന്ന് പറയുന്നവരുണ്ട്, കാട്ടി എന്ന് പറയുന്നവരുണ്ട്. എന്താണെങ്കിലും ആ ഒരു ഐറ്റത്തെ നമുക്ക് ഇവിടെ ധാരാളമായിട്ട് കാണാം. അതിൻ്റെ കുഞ്ഞുങ്ങളും വലിയ സൈസുള്ളവയും എല്ലാം ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സൂ പാർട്ടിൽ 4 നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് നമ്മുടെ സൂ പാർട്ട് 5 വരാം. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.